കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിന്റെ തിയറി പാർട്ടും അതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ പോലെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ പ്രോബ്ലം ചെയ്യാനാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. എന്തായിരുന്നു ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ്? ഏതൊരു കംപ്ലീറ്റ് ആവാത്ത കോൺട്രാക്ട് വർക്കിനെ നമുക്ക് ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട് എന്ന് വിളിക്കാം. അപ്പോൾ ആ ഒരു കേസിൽ നമുക്ക് കോൺട്രാക്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം അങ്ങനെയുള്ള കേസസിൽ നമ്മൾ ലോസ് ആണ് വരുന്നതെങ്കിൽ ആ എൻറ്റയർ എമൗണ്ട് ഓഫ് ലോസും P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതുപോലെ തന്നെ പ്രോഫിറ്റ് ആണ് വരുന്നതെങ്കിൽ ഈ ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിന്റെ കേസിൽ നമ്മൾ പ്രോഫിറ്റ് എന്നല്ല നോഷണൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് എന്നാണ് വിളിക്കുന്നത്. കാരണം നമ്മൾ ഒരു എസ്റ്റിമേറ്റഡ് വാല്യൂ ആണ് അവിടെ കണ്ടുപിടിക്കുന്നത്. അതിന്റെ ഒരു പാർട്ട് നമ്മൾ P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എൻറ്റയർ എമൗണ്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യത്തില്ല, എന്തിന്റെ കേസ് പോലെ, കംപ്ലീറ്റ് കോൺട്രാക്ട് പോലെ. എന്നിട്ട് മിച്ചം വരുന്ന ബാലൻസ് പ്രോഫിറ്റ് എന്ത് ചെയ്യും? റിസർവ് ആയിട്ട് കീപ്പ് ചെയ്യും. ഭാവിയിൽ എന്തെങ്കിലും ആവശ്യത്തിന് എന്തെങ്കിലും എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനായിട്ട്. കാരണം കോൺട്രാക്ട് വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ ആ കോൺട്രാക്റ്റിന് തന്നെ നമുക്ക് ആ ഇൻകത്തിന് എന്തെങ്കിലും ആ പൈസയിൽ നിന്ന് തന്നെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് അതൊരു റിസർവ് ആയിട്ട് കീപ്പ് ചെയ്യും. പിന്നെന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, കോൺട്രാക്ട് പ്രൈസ് കനോട്ട് ബി ക്രെഡിറ്റഡ് ടു കോൺട്രാക്ട് അക്കൗണ്ട്. ഇൻ കേസ് ഓഫ് കംപ്ലീറ്റ് കോൺട്രാക്റ്റിൽ നമ്മൾ കോൺട്രാക്ട് പ്രൈസ് ക്രെഡിറ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിൽ നമുക്ക് ക്രെഡിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം കോൺട്രാക്ട് എപ്പോഴും കംപ്ലീറ്റ് ആയാൽ മാത്രമേ കോൺട്രാക്ട് പ്രൈസ് ക്രെഡിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ നമ്മൾ നെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്ന പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ ആയിരുന്നു. അതായത് എത്രത്തോളം ഒരു കോൺട്രാക്ട് വർക്ക് കംപ്ലീറ്റ് ആയെന്ന് കണ്ടുപിടിക്കാനായിട്ട് വർക്ക് സർട്ടിഫൈഡ് ഡിവൈഡഡ് ബൈ കോൺട്രാക്ട് പ്രൈസ് ഇൻറ്റു 100 അതിന്റെ പെർസെൻറ്റേജ് എടുത്ത് നോക്കുക. പിന്നെ നമ്മൾ നോക്കിയത് എന്തായിരുന്നു? റൂൾസ് ഫോർ ട്രാൻസ്ഫറിങ് പ്രോഫിറ്റ്. ഈ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ എത്രയാണോ കിട്ടുന്നത് ആ കേസസിൽ 4 കേസസ് വരുന്നുണ്ട്. ലെസ് ദാൻ 25%, ഗ്രേറ്റർ ദാൻ 25%, ലെസ് ദാൻ 50%. അതായത് 25% താഴെ വരികയാണെങ്കിൽ നമ്മൾ എൻറ്റയർ എമൗണ്ടും റിസർവ് ആയിട്ട് കീപ്പ് ചെയ്യണം. 1 രൂപ പോലും P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട കാര്യമില്ല. ഇനി അഥവാ 25%-നും 50%-നും ഇടയിലാണ് നമ്മുടെ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കിട്ടുന്ന നോഷണൽ പ്രോഫിറ്റ്, അതായത് എസ്റ്റിമേറ്റഡ് വാല്യൂ ആയിട്ടുള്ള പ്രോഫിറ്റ്, അത് ഇൻറ്റു 1/3 ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ഡിവൈഡഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് ചെയ്യാം. ഇനി 50-നും 90-നും ഇടയിലാണ് വരുന്നതെങ്കിൽ സെയിം കണ്ടീഷൻ തന്നെ, പക്ഷെ എന്തെടുത്താൽ മതി? 2/3 പാർട്ട് എടുത്താൽ മതി. ഇനി 90% ആണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. പെർസെൻറ്റേജ് ആണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ, നമുക്ക് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻസ് വെച്ചിട്ടാണ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്, നമുക്ക് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് തന്നെ നമ്മൾ ഇടേണ്ട അപ്ലൈ ചെയ്യേണ്ട ഇക്വേഷനിലും വ്യത്യാസം വരും. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻസ് വെച്ചിട്ട് മാത്രമേ ഇതിൽ ഏതാണ് എടുക്കേണ്ടതെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ കോമൺ ആയിട്ട് നമുക്കൊരു ഇക്വേഷൻ ഇതിന് എടുക്കാനും പറ്റും. നമ്മൾ വർക്കിംഗ് പ്രോഗ്രസ് എന്താണെന്ന് നോക്കിയിരുന്നു. വർക്കിംഗ് പ്രോഗ്രസ് എന്തായിരുന്നു? ഒരു കോൺട്രാക്ട് വർക്ക് അത് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പം അഡ്വാൻസിങ് ടു കംപ്ലീഷൻ, കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിന് പറയുന്നതാണ് വർക്കിംഗ് പ്രോഗ്രസ്. നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. വാല്യൂ ഓഫ് വർക്ക് സർട്ടിഫൈഡ് കൂടെ വാല്യൂ ഓഫ് വർക്ക് അൺസർട്ടിഫൈഡ് ആഡ് ചെയ്യുക. അതിൽ നിന്ന് നമ്മൾ റിസർവ് ആയിട്ട് കീപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന എമൗണ്ട് ലെസ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യണം? കോൺട്രാക്റ്റ് ഡേയിൽ നമുക്ക് കിട്ടുന്ന പൈസ നമ്മൾ ലെസ് ചെയ്യുക. ഈ ഒരു വാല്യൂവിനെ നമ്മൾ അസറ്റ് ആയിട്ടാണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നതെന്നവരാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ എക്സാമിൽ ചോദിച്ചൊരു പ്രോബ്ലമാണിത്. മനോജ് undertook a contract on 1st April 2013 for a contract of ₹50 lakh. അപ്പോൾ കോൺട്രാക്ട് പ്രൈസ് എന്ന് പറയുന്നത് 50 lakh ആണ്. പിന്നെ എന്താ പറയുന്നത്? ഫോളോയിങ് റിലേറ്റഡ് ടു ദ കോൺട്രാക്ട് ഫോർ ദ ഇയർ എൻഡിങ് 31st March 2014. ഇത്രയും ഇൻഫോർമേഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്താണെന്ന് നോക്കാം. മെറ്റീരിയൽ ഇഷ്യൂഡ്. മെറ്റീരിയൽ ഇഷ്യൂഡ് നമുക്ക് 18 lakhs ആണ് തന്നിരിക്കുന്നത്. വേജസ്, സൺട്രി എക്സ്പെൻസസ് പേ, സൺട്രി എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിങ്. ഇത്രയും എന്താണ്? എക്സ്പെൻസസ് ആണ്. ഇതിനെല്ലാത്തിനെയും നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് സൈഡിൽ കൊടുക്കണം. അടുത്തത് മെറ്റീരിയൽ ട്രാൻസ്ഫേർഡ് ഫ്രം അതർ കോൺട്രാക്ട്. വേറൊരു കോൺട്രാക്റ്റിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടാണ്. അപ്പൊ ഇങ്ങോട്ടേക്ക് കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് സൈഡിൽ കൊടുക്കണം. അങ്ങോട്ടേക്ക് കൊടുക്കാന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ കൊടുക്കാം. നമ്മുടെ കയ്യിലേക്ക് ഇങ്ങോട്ട് വരാണ്. സപ്പോസ് നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പെൻസസ് ആണ്. അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? അത് ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. അടുത്തത് പ്ലാൻ ഇൻസ്റ്റാൾഡ് ഓൺ 1st October 2013. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലാന്റ് പർച്ചേസ് ചെയ്യുമ്പോഴോ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴോ നമ്മൾ
അതിൻ്റെ ഡിപ്രീസിയേഷൻ അല്ല എടുക്കുന്നത്, മറിച്ച് പ്ലാന്റിന്റെ വാല്യൂ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അതിന്റെ ഡിപ്രീഷിയേറ്റഡ് വാല്യൂ ക്രെഡിറ്റ് ചെയ്യണം. ഇപ്പോൾ ഡിപ്രീസിയേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ കഴിഞ്ഞുള്ള നമ്മുടെ പ്ലാന്റിന്റെ ക്ലോസിംഗ് വാല്യൂ ആണ്. അതുകൊണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അടുത്തത് പറഞ്ഞിരിക്കുന്നത് വാല്യൂ ഓഫ് പ്ലാന്റ് ട്രാൻസ്പോർട്ട് ഫ്രം അതർ കോൺട്രാക്ട്സ്. അപ്പം ഇതും എന്ത് ചെയ്യണം, ഡെബിറ്റ് സൈഡിൽ കാണിക്കാം. പിന്നെ വാല്യൂ ഓഫ് പ്ലാന്റ് അറ്റ് സൈറ്റ്, ഇത് ക്ലോസിംഗ് വാല്യൂ ആണ്. ക്ലോസിംഗ് വാല്യൂ തന്നെയാണ് ഡിപ്രീസിയേഷൻ വാല്യൂ. നമ്മളത് പ്രത്യേകിച്ച് ഡിപ്രീസിയേഷൻ കണ്ടുപിടിച്ചിട്ട് ലെസ് ചെയ്യേണ്ട കാര്യം നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇത് ക്ലോസിംഗ് മെറ്റീരിയൽസ്, ക്ലോസിംഗ് സ്റ്റോക്സ് എന്ന് പറഞ്ഞ തരത്തില്ല. എന്ന് പറയുന്നത് ക്ലോസിംഗ് വാല്യൂ ഓഫ് പ്ലാന്റ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. അടുത്ത എന്താ തന്നിരിക്കുന്നത്, മെറ്റീരിയൽസ് അറ്റ് സൈറ്റ് ഓൺ 31st March 2014. ഇതും എന്ത് തന്നെയാണ്, ക്ലോസിംഗ് മെറ്റീരിയൽസ് ആണ്. നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. മെറ്റീരിയൽസ് ട്രാൻസ്ഫേർഡ് ടു, അങ്ങോട്ടേക്ക് കൊടുക്കുകയാണ്. ഇതും എന്ത് ചെയ്യണം, ക്രെഡിറ്റ് സൈഡിൽ കൊടുക്കണം. ഇനി അടുത്തത് വർക്ക് അൺസർട്ടിഫൈഡ്, ക്യാഷ് റിസീവേർഡ് ബീങ് 75% ഓഫ് വർക്ക് സർട്ടിഫൈഡ്. വർക്ക് അൺസർട്ടിഫൈഡ് നമുക്ക് തന്നിട്ടുണ്ട്, പക്ഷേ വർക്ക് സർട്ടിഫൈഡ് നമുക്ക് തന്നിട്ടുണ്ടോ, ഇല്ല. പക്ഷെ അതിന് പകരം എന്താണ് തന്നിരിക്കുന്നത്, ക്യാഷ് റിസീവേർഡ് ബീങ് 75% ഓഫ് വർക്ക് സർട്ടിഫൈഡ്. വർക്ക് സർട്ടിഫൈഡ് എത്ര രൂപയായിരുന്നു, അതിന്റെ 75% ആണ് നമുക്ക് ക്യാഷ് റിസീവ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, എത്ര രൂപയാണോ വർക്ക് സർട്ടിഫൈഡ് അതിന്റെ 75% മാത്രമേ നമുക്ക് പൈസയായിട്ട് കിട്ടിയിട്ടുള്ളൂ, കയ്യിലേക്ക് കിട്ടിയിട്ടുള്ളൂ. ഇനി എന്തൊക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്, കോൺട്രാക്ട് അക്കൗണ്ട്, കോൺട്രാക്ടീസ് അക്കൗണ്ട്, വർക്കിംഗ് പ്രോഗ്രസ് അക്കൗണ്ട്. അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ബാലൻസ് ഷീറ്റിൽ എങ്ങനെ വരും എന്നുള്ള കാര്യങ്ങളും കൂടെ കാണിക്കാം. ഏറ്റവും ആദ്യം കണ്ടുപിടിക്കുന്നത് പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ ആണ്. നമുക്ക് കോൺട്രാക്ട് പ്രൈസ് എത്രയാണെന്നറിയാം, 50 lakhs തന്നിട്ടുണ്ട്. പക്ഷെ വർക്ക് സർട്ടിഫൈഡ് അറിയില്ല. അപ്പോൾ വർക്ക് റിസീവേർഡ് ബീങ് 75% ഓഫ് വർക്ക് സർട്ടിഫൈഡ്. ഇപ്പോൾ വർക്ക് സർട്ടിഫൈഡിന്റെ 75% ആണ് ക്യാഷ് റിസീവ്ഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം ക്യാഷ് റിസീവ്ഡ് 30 lakhs ആണ്. ഇനി നമ്മൾ വർക്ക് സർട്ടിഫൈഡ് കാണാൻ എന്ത് ചെയ്താൽ മതി, ഈ 100 അപ്പുറത്തേക്ക് കൊണ്ടുപോവാം, 75 താഴോട്ട് കൊണ്ട് അങ്ങോട്ടേക്ക് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇപ്പോൾ വർക്ക് സർട്ടിഫൈഡ് കിട്ടാനായിട്ട് നമ്മൾ 30 lakh ഡിവൈഡഡ് ബൈ 75 ഇൻറ്റു 100 ചെയ്താൽ മതി. എത്ര നമുക്ക് കിട്ടുന്നത്, 40 lakhs. ഇനി നമുക്ക് പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ കണ്ടുപിടിക്കാം. പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ കാണാനായിട്ടുള്ള ഫോർമുല എന്തായിരുന്നു, വർക്ക് സർട്ടിഫൈഡ് ഡിവൈഡഡ് ബൈ കോൺട്രാക്ട് പ്രൈസ് ഇൻറ്റു 100. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ ഇസ് ഈക്വൽ ടു, നമ്മുടെ വർക്ക് സർട്ടിഫൈഡ് 40 lakhs ആയിരുന്നു, ഡിവൈഡഡ് ബൈ 50 lakhs. നമ്മുടെ കോൺട്രാക്ട് പ്രൈസ് എന്ന് പറയുന്നത് 50 lakhs ഇൻറ്റു 100. ഓക്കെ, 4/5 ഇൻറ്റു 100, 80%. അപ്പം 80% ആണ് പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് 50%ൻ്റെയും 90%ൻ്റെയും ഇടയ്ക്കുള്ള കാര്യമാണ്. നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 2/3 ഇൻറ്റു ക്യാഷ് റിസീവർ ഡിവൈഡഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്. ഇനി ഇത് കോൺട്രാക്ട് അക്കൗണ്ടിലേക്ക് എങ്ങനെയൊക്കെ വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് കോൺട്രാക്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഫസ്റ്റ് ഇവിടെ മെറ്റീരിയൽസ് ഇഷ്യൂഡ്, വേജസ് പെയ്ഡ്, സൺട്രി എക്സ്പെൻസസ് പെയ്ഡ്, അതൊക്കെ നമുക്ക് ഡെബിറ്റ് സൈഡിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ മെറ്റീരിയൽസ് ഇഷ്യൂഡ് ഡെബിറ്റ് സൈഡിൽ കൊടുക്കാം. എത്രയാണ്, 18 lakhs. പിന്നെ വേജസ് പെയ്ഡ് 14 lakhs. സൺട്രി എക്സ്പെൻസസിന് ഔട്ട്സ്റ്റാൻഡിങ് വരുന്നുണ്ട്, അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ട് ഔട്ടർ കോളത്തിൽ നമ്മൾ എഴുതുക. പ്ലാന്റ് ഇൻസ്റ്റാൾഡ് ഓൺ 1st October 2013, 3 lakh ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ പ്ലാന്റ് പർച്ചേസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴോ നമ്മൾ ഡിപ്രീസിയേഷൻ വാല്യൂ ഡെബിറ്റ് ചെയ്യരുത്. പകരം എന്താണ് ചെയ്യേണ്ടത്, പ്ലാന്റിൻ്റെ പർച്ചേസ് എമൗണ്ട് ഡെബിറ്റ് ചെയ്യണം. അതുപോലെ അതിൻ്റെ ഡിപ്രീസിയേറ്റഡ് വാല്യൂ ക്രെഡിറ്റും ചെയ്യണം. അപ്പോൾ പ്ലാന്റിൻ്റെ വാല്യൂ എന്ത് ചെയ്യണം, 3 lakh നമ്മൾ ഡെബിറ്റ് ചെയ്യണം. പിന്നെ മെറ്റീരിയൽസ് ട്രാൻസ്ഫേർഡ് ഫ്രം അതർ കോൺട്രാക്ട്, വേറൊരു കോൺട്രാക്റ്റിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടി.
ഇങ്ങോട്ടേക്ക് കിട്ടി. നമ്മൾ മെറ്റീരിയൽസ് വാങ്ങിക്കുമ്പോഴും വേറൊരാളുടെ കയ്യിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് വാങ്ങിക്കുമ്പോഴും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് സൈഡിൽ അത് കാണിക്കണം. ഇപ്പോൾ മെറ്റീരിയൽസ് ട്രാൻസ്ഫേർഡ്. 3 വാല്യൂ ഓഫ് പ്ലാൻ ട്രാൻസ്ഫേർഡ് ഫ്രം അതർ കോൺട്രാക്ട്. ഇപ്പം വേറൊരു കോൺട്രാക്റ്റിൽ നിന്ന് പ്ലാന്റിന് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് സൈഡിൽ അത് കാണിക്കണം. ഓക്കെ. വാല്യൂ ഓഫ് പ്ലാന്റ് അറ്റ് സൈറ്റ് തന്നിട്ടുണ്ട്. ഇത് ക്ലോസിംഗ് ബാലൻസ് 31 മാർച്ച് 2014 2,20,000 ആണ് വാല്യൂ ഓഫ് പ്ലാന്റ്. നമ്മൾ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ 3 lakh ആയിരുന്നു. പക്ഷെ ഇപ്പം അതിൻ്റെ വാല്യൂ എത്രയായി, 2,20,000. മേ ബി അതിൻ്റെ കൂടെ നമുക്ക് വേറൊരു കോൺട്രാക്റ്റിൽ നിന്നും ട്രാൻസ്ഫർ ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ എമൗണ്ടും ഈ ഡിപ്രീസിയേഷനകത്ത് വന്നിട്ടുണ്ടായിരിക്കാം. അത് മാത്രമല്ല, നമുക്ക് പ്രത്യേകിച്ച് ഡിപ്രീസിയേഷൻ ഇത് ചാർജ് ചെയ്യാനായിട്ട് വേറെ എങ്ങും പറയുന്നുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്താൽ മാത്രം മതി, ക്ലോസിംഗ് വാല്യൂ ഓഫ് പ്ലാന്റ് എന്നും പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിൽ നമുക്ക് ഈ ഒരു വാല്യൂ കാണിച്ചാൽ മാത്രം മതി. അടുത്തത് മെറ്റീരിയൽസ് അറ്റ് സൈഡ് 31 മാർച്ച് 2014. അതായത് ക്ലോസിംഗ് സ്റ്റോക്കാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ക്ലോസിംഗ് വാല്യൂ ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് 60,000 ആണ്. ഇത് നമുക്ക് അസറ്റും കൂടെയാണ്. അപ്പം അതും എന്ത് ചെയ്യുക, ക്രെഡിറ്റ് സൈഡിൽ കൊടുക്കുക. ഇനി മെറ്റീരിയൽസ് ട്രാൻസ്ഫർ ടു അതർ കോൺട്രാക്ട്, മറ്റൊരു കോൺട്രാക്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതും ക്രെഡിറ്റ് സൈഡിൽ കൊടുക്കുക. അടുത്തത് വർക്ക്സ് അൺസർട്ടിഫൈഡ് തന്നിട്ടുണ്ട്. വർക്ക് സർട്ടിഫൈഡ് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എത്രയായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്, 40 lakhs ആണ് നമുക്ക് വർക്ക് സർട്ടിഫൈഡ് കിട്ടിയത്. അപ്പോൾ വർക്ക് സർട്ടിഫൈഡും വർക്ക് അൺസർട്ടിഫൈഡും നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ താഴെയായിട്ട് കൊടുക്കണം. 40 lakhs വർക്ക് അൺസർട്ടിഫൈഡ് 2 lakh 42 lakhs നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ കൊടുക്കാം. ഇനി എന്താ ചെയ്യേണ്ടത്, ഇതിൽ ഏത് സൈഡിലാണ് കൂടുതൽ വരുന്നത്, ക്രെഡിറ്റ് സൈഡിലാണല്ലേ കൂടുതൽ വരുന്നത്. അപ്പം അതിൻ്റെ ടോട്ടൽ എടുക്കാം. 45,20,000 ഇനി എന്ത് ചെയ്യണം, നമുക്ക് പ്രോഫിറ്റ് കാണാം. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നതിന് നമ്മൾ നോഷണൽ പ്രോഫിറ്റ് എന്നാണ് പറയുന്നത്. നമ്മുടെ കോൺട്രാക്ട് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് ക്വസ്റ്റ്യനിൽ എവിടെയും പറയുന്നില്ല. അപ്പം നോഷണൽ പ്രോഫിറ്റ് ക്യാരി ഡൗൺ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചിട്ട് നമുക്ക് അടുത്ത പ്രോസസ്സ് ഇതിൻ്റെ ഒരു പോർഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ബാക്കി പോർഷൻ റിസർവ് ആയിട്ട് കീപ്പ് ചെയ്യണം. അത് അടുത്ത സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ക്യാരി ഡൗൺ ചെയ്യുന്നത്. അതായത് ഒരു ഇയർ തുടങ്ങുമ്പം നമ്മളത് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പം നമുക്ക് നോഷണൽ പ്രോഫിറ്റ് 4,20,000 ആണ് കിട്ടുന്നത്. ഇനി ഇത് ബ്രോഡ് ഡൗൺ ചെയ്യാം. നോഷണൽ പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ 4,20,000. ഇനി ഇതിൽ നിന്ന് എത്ര പെർസെൻറ്റേജ്, എത്ര പോർഷൻ നമുക്ക് P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കാം. അതുപോലെ എത്ര എമൗണ്ട് നമുക്ക് റിസർവ് ആയിട്ട് കീപ്പ് ചെയ്യണമെന്ന് നോക്കാം. നമ്മൾ നേരത്തെ നോക്കിയപ്പം 80% ആണ് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 2/3 ഇൻറ്റു ക്യാഷ് റിസീവർ ഡിവൈഡഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്. ഇവിടെ നമുക്ക് നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 4,20,000 ആണ്. നമുക്ക് P&Lലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ടു P&L അക്കൗണ്ട് എത്ര രൂപ ട്രാൻസ്ഫർ ചെയ്യണം, 4,20,000 ആയിട്ടുള്ള നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 2/3 ഇൻറ്റു ക്യാഷ് റിസീവേർഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്. വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയുന്നത് 40 lakhs ആയിരുന്നു. ക്യാഷ് റിസീവേർഡ് നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 30 lakhs ഇൻറ്റു 30 lakhs ഡിവൈഡഡ് ബൈ 40 lakhs. അത് എത്ര രൂപയാണ് നമുക്ക് കിട്ടുന്നത്, 2,10,000. അപ്പം മിച്ചം വരുന്ന 2,10,000 തന്നെ നമ്മൾ റിസർവ് ആയിട്ട് കീപ്പ് ചെയ്യണം. അതിന് നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. നമുക്ക് ടോട്ടൽ ചെയ്യാം.
4,20,000. 4,20,000. അപ്പോൾ ഇത്രയുള്ള കാര്യം. നമുക്ക് പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ ഇനി അഥവാ 25% താഴെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മാത്രം മതി, ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, നോഷണൽ പ്രോഫിറ്റിന് പകരം ഇവിടെ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് എഴുതിയിട്ട് ആ എൻറ്റയർ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് നമുക്ക് റിസർവ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ സെക്കൻഡ് സ്റ്റെപ്പ് നമുക്ക് എഴുതേണ്ട കാര്യമില്ല. ഏതിൻ്റെ കേസിലാണ് നമ്മുടെ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ 25%-ന് താഴെയാണ് എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കിട്ടും. ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ട് ഇവിടെ നമുക്ക് എന്ത് എഴുതിയാൽ മതി, ടു വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ട് ഈ എൻറ്റയർ എമൗണ്ട് റിസർവ് ആയിട്ട് കീപ്പ് ചെയ്യാം. ഇപ്പം നമ്മൾ ചെയ്തത് 50%-നും 90%-നും ഇടയിലാണ് പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ വരുന്നതെന്നുള്ളൊരു കേസായിരുന്നു. ഇനി ഇത് 25%-നും 50%-നും ഇടയിലാണെങ്കിൽ സെയിം പ്രോസസ്സ് തന്നെ 2/3 പകരം 1/3 എന്ന് ഇവിടെ എഴുതിയാൽ മതി. ഓക്കെ, 25%-നും 50%-നുമാണ് നമ്മുടെ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മാത്രം മതി, 1/3 ഇവിടെ എടുത്താൽ മാത്രം മതി. കോൺട്രാക്റ്റ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കോൺട്രാക്ടീസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഇവിടെ ആകെ നമുക്ക് എന്താ പറഞ്ഞിട്ടുള്ളത്, ക്യാഷ് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കോൺട്രാക്റ്റിൻ്റെ ഇന്ന് 30 ലക്ഷം രൂപ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. പക്ഷെ ഇത് കോൺട്രാക്റ്റ് ഫിനിഷ് ആവാത്തത് കൊണ്ടും കംപ്ലീറ്റ് ആവാത്തത് കൊണ്ടും ഇതൊരു ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് ആണല്ലോ. അതുകൊണ്ട് കോൺട്രാക്ട് പ്രൈസ് ആയിട്ടുള്ള 50 lakhs നമുക്ക് കോൺട്രാക്റ്റിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട കാര്യമില്ല. എന്ത് മാത്രം എടുത്താൽ മതി, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൺ റിസീപ്റ്റ് ഓഫ് ദ കോൺട്രാക്ട് പ്രൈസ് ദ കോൺട്രാക്ട് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് വിത്ത് ദ എമൗണ്ട്. ഈ ഒരു ജേർണൽ എൻട്രി മാത്രം നമ്മൾ കോൺട്രാക്ടീസ് അക്കൗണ്ടിലേക്ക് എൻ്റർ ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതെങ്ങനെ വരും, കോൺട്രാക്ടീസ് അക്കൗണ്ട് ക്രെഡിറ്റഡ് ബൈ ബാങ്ക്. ഇനി അടുത്തത് വർക്ക് ഇൻ പ്രോഗ്രസ് നോക്കാം. വർക്ക് ഇൻ പ്രോഗ്രസ് നമുക്ക് രണ്ടടുത്ത് കോൺട്രാക്ട് അക്കൗണ്ടിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. എപ്പോഴൊക്കെയാണെന്ന് വെച്ചാൽ റിസർവ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും അതുപോലെ വർക്ക് അൺസർട്ടിഫൈഡ് ടോട്ടൽ കാണിക്കുമ്പോഴും ഈ ഒരു രണ്ട് കാര്യം കൂടെ വർക്ക് ഇൻ പ്രോഗ്രസ് കാണിച്ചാൽ മതി. എൻട്രി വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ എങ്ങനെ വരും, വർക്ക് ഇൻ പ്രോഗ്രസ് ക്രെഡിറ്റ് ആവുന്നത് കൊണ്ട് തന്നെ വർക്ക് ഇൻ പ്രോഗ്രസ് ക്രെഡിറ്റഡ് ബൈ, എന്തുകൊണ്ടാണ് ക്രെഡിറ്റ് ആവുന്ന, കോൺട്രാക്ട് അക്കൗണ്ട്. എത്ര രൂപയാണ് വരുന്നത്, 2,10,000 rupees കൊടുക്കുക. അതുപോലെ തന്നെ കോൺട്രാക്ട് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് ബൈ എന്നും പറഞ്ഞാണ് നമ്മൾ ഈ രണ്ട് എമൗണ്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് എമൗണ്ടും കൂടെ ടു കോൺട്രാക്ട് അക്കൗണ്ട് എന്ന് എഴുതിയിട്ട് അതിൻ്റെ ടോട്ടൽ കാണുക. വർക്ക് സർട്ടിഫൈഡ്, വർക്ക് അൺസർട്ടിഫൈഡ് 40 lakhs, 2 lakhs, ടോട്ടൽ 42 lakhs കിട്ടും. ഇനി എന്താണ് 42 lakhs നമുക്ക് ടോട്ടൽ കിട്ടും. ഇതിൻ്റെ ബാലൻസ് നോക്കുക. സോ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറയുന്നത് 39,09,000 ആണ്. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റും കൂടെ പ്രിപ്പയർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ അസറ്റായിട്ടും ലയബിലിറ്റീസായിട്ടും ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ഈ മെറ്റീരിയൽസ് ഇഷ്യൂഡ്, സൺഡ്രി എക്സ്പെൻസസ് പെയ്ഡ്, അതുപോലെ തന്നെ വേജസ് പെയ്ഡ്, ഇതൊക്കെ എക്സ്പെൻസസ് ആണ്, അതൊന്നും നമുക്ക് എടുക്കണ്ട. പക്ഷേ ഈ സൺഡ്രി എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടല്ലോ, അതായത് ഏതൊരു എക്സ്പെൻസസും ഔട്ട്സ്റ്റാൻഡിങ് ആണെങ്കിൽ അത് നമ്മുടെ ലയബിലിറ്റി ആണ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് നമ്മുടെ ലയബിലിറ്റി ആണ്. അതുകൊണ്ട് തന്നെ അത് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. ഇനി വേറെന്തെങ്കിലും ലയബിലിറ്റീസോ അസറ്റ്സോ വരുന്നുണ്ടോ നോക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്ലാന്റ് കാണാം. ഓക്കെ, അപ്പോൾ പ്ലാന്റിൻ്റെ വാല്യൂ നമ്മൾ കൊടുക്കണം. പിന്നെ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്, ക്ലോസിങ് മെറ്റീരിയൽസ് വന്നിട്ടുണ്ട്. ക്ലോസിങ് സ്റ്റോക്ക് ഈ 60,000 രൂപയെ നമുക്ക് അസറ്റായിട്ട് കാണിക്കണം. പിന്നെ വർക്ക് ഇൻ പ്രോഗ്രസ്
നമ്മുടെ കോൺട്രാക്റ്റ് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന എമൗണ്ട് എല്ലാം കഴിച്ചിട്ടുള്ള വാല്യൂ ആണ് വർക്ക് ഇൻ പ്രോഗ്രസ് അസറ്റായിട്ട് നമ്മൾ എടുക്കുന്നത്. അതും കൂടെ അസറ്റായിട്ട് കാണിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് കാണിക്കാം. ഇനി അടുത്ത ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോവുകയാണ്. നമുക്കിവിടെ എക്സ്ട്രാക്റ്റ് ഓഫ് ബാലൻസ് ഷീറ്റ് ചെയ്യാനേ കഴിയത്തുള്ളൂ. ശരിക്കുള്ള ആക്ച്വൽ ആയിട്ടുള്ള ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ കഴിയില്ല. കാരണം നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് എവിടെയും ക്യാപിറ്റലൊന്നും തന്നിട്ടില്ല. ക്യാപിറ്റലായിട്ട് ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ബാലൻസ് ഷീറ്റ് കണ്ടുപിടിച്ചിട്ട് ബാലൻസ് ടോട്ടൽ ചെയ്യാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് എനിക്ക് ടോട്ടൽ ചെയ്ത് വെക്കാനും പറ്റത്തില്ല, ടാലി ആക്കാനും പറ്റത്തില്ല. ഓക്കെ, അതുകൊണ്ട് എക്സ്ട്രാക്റ്റ് ഓഫ് ബാലൻസ് ഷീറ്റിൽ നിന്നാണ് നമ്മളിതിനെ എഴുതേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ലയബിലിറ്റീസ് നമുക്ക് വരുന്നത് സൺട്രി എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് 20,000, അത് എഴുതുക. പിന്നെ ലയബിലിറ്റി സൈഡിൽ വേറൊന്നും വരുന്നില്ല. അടുത്ത എന്താ എടുക്കേണ്ടത്? അസറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. നമുക്ക് പ്ലാന്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ക്ലോസിംഗ് മെറ്റീരിയൽസും വരുന്നുണ്ട്. അപ്പോൾ പ്ലാന്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത് 3 lakhനാണ്. അതുപോലെ തന്നെ ട്രാൻസ്ഫർ ചെയ്തത് 2 lakhനാണ്. ഇവിടെ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഇത്ര പെർസെൻറ്റേജ് ഓഫ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണമെന്ന് എവിടെയും പറയാത്തത് കൊണ്ട് നമുക്ക് എന്തെടുത്താൽ മതി? പ്ലാന്റിൻ്റെ വാല്യൂ, ക്ലോസിംഗ് വാല്യൂ എന്ന് പറഞ്ഞിട്ട് 2,20,000 എടുത്താൽ മതി. അതുപോലെ ക്ലോസിംഗ് മെറ്റീരിയൽസ് 60,000 അസറ്റായിട്ട് കാണിക്കാം. ഇനി ഈ വർക്ക് ഇൻ പ്രോഗ്രസ് നമ്മൾ അസറ്റായിട്ട് കാണിക്കേണ്ട നെറ്റ് വാല്യൂ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അസറ്റിൻ്റെ സൈഡിൽ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് കൊടുക്കാം. വാല്യൂ ഓഫ് വർക്ക് സർട്ടിഫൈഡ്, എത്ര രൂപയായിരുന്നു നമുക്ക് വർക്ക് സർട്ടിഫൈഡ് ആയിട്ടുണ്ടായിരുന്നത്? 40 ലക്ഷം. അൺസർട്ടിഫൈഡ് 2 ലക്ഷം. അത് രണ്ടും കൂടെ കൂട്ടുക. വർക്ക് സർട്ടിഫൈഡ് 40 ലക്ഷം, വർക്ക് അൺസർട്ടിഫൈഡ് 2 ലക്ഷം. രണ്ടും കൂടെ കൂട്ടിയിട്ട് നമുക്ക് 42 ലക്ഷമാണ് കിട്ടുന്നത്. ഇനി ഇതിൽ നിന്നും എമൗണ്ട് കെപ്റ്റ് ആസ് റിസർവ്, നമ്മൾ കോൺട്രാക്ട് അക്കൗണ്ടിൽ എത്ര രൂപയായിരുന്നു റിസർവ് ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്? 2,10,000. ഈ 2,10,000 ഇതിൽ നിന്നും കുറയ്ക്കണം, റിസർവ് കുറയ്ക്കണം. നമുക്ക് എത്ര രൂപ കിട്ടും? 39,90,000 കിട്ടും. ഇനി ഇതിൽ നിന്നും കോൺട്രാക്റ്റിയുടെ കയ്യിൽ നിന്നും എത്ര രൂപയാണോ കിട്ടിയത് അതും കൂടെ ലെസ് ചെയ്യുക. ഇപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു ക്യാഷ് റിസീവ്ഡ് എത്ര രൂപയാണ്? 30 lakh. ആ 30 lakh ഇതിൽ നിന്ന് കുറയ്ക്കുക. എത്ര രൂപ നമുക്ക് ഔട്ടർ കോളത്തിൽ എഴുതാം? ഇത് ടാലി ആയില്ല എന്നും പറഞ്ഞിട്ട് ആര് സസ്പെൻസ് അക്കൗണ്ടൊക്കെ ഒന്ന് ഇട്ട് നോക്കി ടാലി ഒന്നും ആക്കി വെക്കരുത്. ടാലി ഒന്നും ആക്കേണ്ട ഇവിടം വരെ നമ്മൾ ചെയ്താൽ മതി. നമുക്ക് ക്യാപിറ്റൽ തരാത്തിടത്തോളം കാലം ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ഫുള്ളായിട്ട് ചെയ്ത് ടാലി ചെയ്യാൻ പറ്റില്ല. ഇനി അഥവാ നമുക്ക് ക്യാപിറ്റൽ തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ടും കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, നമ്മൾ ക്യാപിറ്റൽ ഷീറ്റ് എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത് ആ രീതി തന്നെ ക്യാപിറ്റലിൻ്റെ കൂടെ എത്ര രൂപ പ്രോഫിറ്റ് കിട്ടുന്നു അത് ആഡ് ചെയ്യുക, ലോസ് ആണെങ്കിൽ ഇത് ലെസ് ചെയ്യുക, എന്നിട്ട് ഔട്ടർ കോളത്തിൽ എടുക്കുക. ഇപ്പോൾ ക്യാപിറ്റൽ തരുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ ഫോളോയിങ് പാർട്ടിക്കുലേഴ്സ് റിലേറ്റ് ടു എ കോൺട്രാക്ട് ഓഫ് ദ കോൺട്രാക്ട് പ്രൈസ് 5 lakh. ഇവിടെ കോൺട്രാക്ട് പ്രൈസ് എന്ന് പറയുന്നത് 5 lakh ആണ്. എപ്പോൾ തുടങ്ങിയതാണ്? 1st January 2014 ആണ് നമുക്ക് ഈ കോൺട്രാക്ട് സ്റ്റാർട്ട് ചെയ്തത്. വർക്ക് സർട്ടിഫൈഡ് നമുക്ക് December 2014 വരെ, അതായത് ആ ഒരു അക്കൗണ്ടിങ് ഇയറിൽ വരെയുള്ള വർക്ക് സർട്ടിഫൈഡ് തന്നിട്ടുണ്ട് 4,80,000. നമുക്ക് ഫസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ കണ്ടുപിടിക്കാം. പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ കാണാനായിട്ട് എന്തൊക്കെയായിരുന്നു വേണ്ടത്? വർക്ക് സർട്ടിഫൈഡ് 4,80,000, കോൺട്രാക്ട് പ്രൈസ് 5 lakh into 100. വർക്ക് സർട്ടിഫൈഡ് 4,80,000 divided by 5 lakh into 100. 96% ആണ് നമുക്ക് പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ കിട്ടുന്നത്.
അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ കേസാണ് വരുന്നത്. അടുത്ത് നമുക്ക് തന്നിരിക്കുന്നത് കോസ്റ്റ് ഓഫ് വർക്ക് അൺസർട്ടിഫൈഡ് തന്നിട്ടുണ്ട് 3000, ക്യാഷ് റിസീവഡ് ഫ്രം കോൺട്രാക്റ്റി, മെറ്റീരിയൽസ് യൂസ്ഡ്, ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് തന്നിട്ടുണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഇൻഫോംഡ് ദാറ്റ് ദ കോൺട്രാക്ട് വുഡ് ബി ഫിനിഷ്ഡ് ബൈ 15th January 2015. അതായത് 15th January ആകുമ്പോൾ ഈ കോൺട്രാക്റ്റ് ഫിനിഷ് ചെയ്യുമായിരിക്കാം, വുഡ് ബി ചെയ്യുമായിരിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് ദ ഫർദർ എക്സ്പെൻസസ് റിക്വയർഡ് ഫോർ കംപ്ലീറ്റിംഗ് ദ കോൺട്രാക്ട് വുഡ് ബി, അതായത് ഇത്ര എക്സ്പെൻസസും കൂടെ മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും നമ്മുടെ കോൺട്രാക്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മെറ്റീരിയൽ, ലേബർ, അതർ എക്സ്പെൻസസ്, ഈ 3 എക്സ്പെൻസസും കൂടെ നമുക്ക് January 15 ആകുമ്പോഴത്തേക്കും ഇൻകർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 31st December 2014 വരെയുള്ള ഇൻഫോർമേഷൻസ് വെച്ചിട്ടൊരു കോൺട്രാക്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് 31st December 2014 എൻഡ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് 15th January വരെയുള്ള കാര്യമാണ്. നമുക്ക് ഓൾറെഡി ഡിസംബറിൽ എൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഇത്ര തന്നിട്ടുണ്ട്. പിന്നെ ഇത് പറയുന്നത് 15th January, ഇത് 1st January തൊട്ട് 15th January വരെയുള്ള കാര്യങ്ങളാണ് ഈ ഇത്രയും ഇൻഫോർമേഷൻസിനകത്ത് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ കോൺട്രാക്ട് അക്കൗണ്ട് എടുക്കുമ്പം ഈ എക്സ്പെൻസസ് ഒന്നും ഡെബിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എന്ത് ചെയ്താൽ മതി, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്താൽ മതി. അപ്പം ആദ്യം മെറ്റീരിയൽസ് യൂസ്ഡ്, ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്, അത്രയും കാര്യങ്ങൾ ഇവിടെ കാണിക്കുക. പിന്നെ ബൈ വർക്ക് ഇൻ പ്രോഗ്രസ്, വർക്ക് സർട്ടിഫൈഡും വർക്ക് അൺസർട്ടിഫൈഡും ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്, അതും കൂടെ കാണിക്കുക. ടോട്ടൽ എടുക്കുക, നോഷണൽ പ്രോഫിറ്റ് ക്യാരി ഡൗൺ ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് എന്താണ്, നോഷണൽ പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ ചെയ്യുക. ഇനി P&L അക്കൗണ്ടിലേക്ക് എത്ര രൂപ ട്രാൻസ്ഫർ ചെയ്യണം, അതുപോലെ വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടിലേക്ക് എത്ര രൂപ റിസർവ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യണം എന്നുള്ള കാര്യം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എത്ര % ഓഫ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് ആദ്യം കണ്ടുപിടിക്കണം. അതിൻ്റെ ഇക്വേഷൻ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഓൺ കംപ്ലീഷൻ ഇൻറ്റു വർക്ക് സർട്ടിഫൈഡ് ഡിവൈഡഡ് ബൈ കോൺട്രാക്ട് പ്രൈസ്. നമ്മൾ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു എസ്റ്റിമേഷൻ, അതായത് ഇത്രയും എക്സ്പെൻസസും കൂടെ വരുന്നുണ്ട്, അതും കൂടെ നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കണക്കാക്കുകയാണെങ്കിൽ നമുക്ക് എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് കിട്ടും എന്നുള്ള രീതിയിലാണ് ഈ ഇക്വേഷനകത്ത് ഇടേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ചെയ്യാനായിട്ട് ആദ്യം എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഓൺ കംപ്ലീഷൻ കാണണം. പ്രോഡക്റ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ് നമ്മൾ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്, ടോട്ടൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എത്രത്തോളം എക്സ്പെൻസസ് വന്നിട്ടുണ്ട് അതിനെ എല്ലാത്തിനും നമ്മൾ ടോട്ടൽ കോസ്റ്റിൻ്റെ അണ്ടറിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് എത്ര രൂപ പ്രോഫിറ്റ് വേണോ അതും കൂടെ ആഡ് ചെയ്തിട്ടാണ് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കോൺട്രാക്റ്റ് നമ്മൾ കസ്റ്റമറിലേക്ക് എത്തിക്കുന്നത് കോൺട്രാക്ട് പ്രൈസ് എന്ന രൂപത്തിലാണ്. അതിൽ നിന്നും നമുക്ക് കോൺട്രാക്റ്റ് ചെയ്യാനായിട്ട് എത്ര രൂപ എക്സ്പെൻസസ് ആയിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ എല്ലാത്തിനും ടോട്ടൽ ലെസ് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും, എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ്. ആ കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ആവുന്നവരെ എത്ര രൂപ പ്രോഫിറ്റായിട്ട് കിട്ടും എന്നാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഇവിടെ കോൺട്രാക്ട് വർക്ക് എന്നാണ് തീരുന്നത് എന്ന് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 15th January 2015. പക്ഷെ ഇതൊരു എസ്റ്റിമേഷനാണ്, തീർന്നിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് ഡിസംബർ വരെയുള്ള എക്സ്പെൻസസും തന്നിട്ടുണ്ട്, January 15th വരെയുള്ള എക്സ്പെൻസസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോൺട്രാക്റ്റിൻ്റെ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് കാണാനായിട്ട് കോൺട്രാക്ട് പ്രൈസ് നമുക്കറിയാം എത്ര രൂപയായിരുന്നു, 5 lakh. ഓക്കെ, അപ്പോൾ കോൺട്രാക്ട് പ്രൈസ് എന്ന് പറയുന്നത് 5 lakh ആണ്. നമ്മൾ കസ്റ്റമറിലേക്ക് ആ കോൺട്രാക്റ്റ് എത്തിക്കുന്നത് 5 ലക്ഷം രൂപ അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും എന്നൊരു കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം നമ്മൾ പ്രോഫിറ്റ് എത്ര രൂപ ഇതിൽ നിന്ന് കിട്ടുമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഇതിൽ നിന്ന് കുറയ്ക്കണം, കോൺട്രാക്ട് പ്രൈസിൽ നിന്ന് നമ്മുടെ കോൺട്രാക്ട് കോൺട്രാക്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്ത അന്ന് തൊട്ട് എന്ന് തീരുന്നു, അന്ന് തൊട്ട് 1st January 2014 തൊട്ട് എന്ന് തീരുന്നു 15th January 2015 വരെയുള്ള എല്ലാ എക്സ്പെൻസസും എല്ലാ കോസ്റ്റും നമ്മൾ ലെസ് ചെയ്യണം. അപ്പം എല്ലാ കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും, മെറ്റീരിയൽസ് യൂസ്ഡ്, ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ്, പിന്നെ ഈ മെറ്റീരിയൽ ലേബറും
അതർ എക്സ്പെൻസസ്. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ കോൺട്രാക്ട് പ്രൈസ് ആയിട്ടുള്ള 5 lakhൽ നിന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അപ്പം അത് കാണാനായിട്ട് കോൺട്രാക്ട് പ്രൈസ് 5 lakh ആണ് മൈനസ് 2,10,000 പ്ലസ് 1,80,000 പ്ലസ് 20,000. പിന്നെ അടുത്ത എക്സ്പെൻസസ് 6,000, 5,000, 3,000. അതും കൂടെ ആഡ് ചെയ്യുക. 6,000, 5,000, 3,000. 4,24,000 ആണ് നമുക്ക് ടോട്ടൽ ആയിട്ട് വരുന്ന എക്സ്പെൻസസ്. ഓക്കെ, അപ്പോൾ അതേ ലെസ് 5 lakh. 5 lakh ലെസ് എന്ന് പറയുമ്പോൾ 76,000 നമുക്ക് കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ, നമുക്ക് P&L അക്കൗണ്ടിലേക്ക് എത്ര രൂപ ട്രാൻസ്ഫർ ചെയ്യണമെന്നാണ് നോക്കേണ്ടത്. അത് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, ഈ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഇൻറ്റു വർക്ക് സർട്ടിഫൈഡ് ഡിവൈഡഡ് ബൈ കോൺട്രാക്ട് പ്രൈസ് ചെയ്യണം. അപ്പം ടു P&L അക്കൗണ്ട് എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഓൺ കംപ്ലീഷൻ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് 76,000 ആണ്. ഇൻറ്റു വർക്ക് സർട്ടിഫൈഡ് എത്ര രൂപയായിരുന്നു, വർക്ക് സർട്ടിഫൈഡ് 4,80,000ഉം കോൺട്രാക്ട് പ്രൈസ് 5 lakh ആണ്. അപ്പം 4,80,000 നമുക്ക് എത്ര രൂപ കിട്ടും, 72,960 കിട്ടും. ഇത് ടോട്ടൽ ചെയ്തിട്ട് നമുക്ക് മിച്ചം വരുന്ന പൈസ റിസർവ് ആയിട്ട് കീപ്പ് ചെയ്യണം. നമുക്ക് എത്ര രൂപ വരുന്ന 40 rupees, അത് വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടിലേക്ക് റിസർവ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് എത്രത്തോളം ഈ ഒരു മൊഡ്യൂൾ മനസ്സിലാക്കാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. കാരണം ഇത് ഒരുപാട് വൈഡായിട്ടുള്ള ടോപ്പിക്കാണ്. ഒരുപാട് പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അത്രയും മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബുക്കൊക്കെ എടുത്തിട്ട് അതിലെ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് പഠിക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ID നിങ്ങൾക്ക് മെസ്സേജ് ചെയ്തും ചോദിക്കാം.